മുലപ്പാൽ വിൽപ്പന കേന്ദ്രം ചെന്നൈയിലെ ഭക്ഷ്യവകുപ്പ് പൂട്ടി. വലിയ വാർത്തയാണത്. മുലപ്പാല് അവിടെ പ്രോട്ടീൻ പൗഡർ വിൽക്കുന്ന ഒരു കടയിൽ മുലപ്പാല് വിൽക്കാനുണ്ട്. ഭക്ഷ്യവകുപ്പ് അവിടെ റെയ്ഡ് ചെയ്തു. 50 മില്ലി ലിറ്ററിന് 500 രൂപ വില. ഒരു സ്ത്രീയിലെ സാധാരണഗതിയിൽ 2 മുതൽ 5 ഔൺസ് വരെ മുലപ്പാൽ ഉണ്ടാവും. ഇത് കർണാടകയിലെ മുലപ്പാൽ വിൽപ്പന വളരെ ശക്തമായി കൂടി വന്നതുകൊണ്ട് അവിടെ നിരോധിച്ചു. ചെന്നൈയിൽ ആദ്യമായിട്ടാണ് മുലപ്പാല് റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത്. കുപ്പിയിലെ 50 മില്ലി ലിറ്റർ മുലപ്പാൽ നിറച്ചാണ് വിൽപ്പന. കുപ്പിയുടെ പുറത്ത് ആ മുലപ്പാല് ഏത് സ്ത്രീയുടെയാണ് അവരുടെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇത് പറ്റിക്കാനുള്ളതല്ല, ഇത് മിൽക്ക് കൂട്ടി വിൽക്കുന്നതല്ല എന്നറിയിക്കാൻ, അതിൻ്റെ ഓതൻറ്റിസിറ്റി അതിനകത്ത് തട്ടിപ്പില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഓരോ 50 മില്ലി ലിറ്ററിലെ ആ കുപ്പിയിലെ ആൾക്കാരുടെ, അത് തന്ന സ്ത്രീയുടെ അവരുടെ മൊബൈൽ നമ്പർ ഉണ്ട്. അവരെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണാം. അവർ മുലയൂട്ടുന്ന അമ്മയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവരുടെ മൊബൈൽ നമ്പരും കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ രഹസ്യമായിട്ട് ചെന്നൈ മാധവപുരത്ത് വിറ്റുകൊണ്ടിരുന്നതാണ്. അവിടെ പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ പലരും വരും. സ്പോർട്സുകാർ വരും, ജിമ്മുകാർ വരും, ക്ഷീണമുള്ളവർ വരും. അങ്ങനെ പ്രോട്ടീൻ പൗഡർ വിൽക്കുന്ന ആ സ്ഥലത്ത് ഭക്ഷ്യവകുപ്പ് റെയ്ഡ് ചെയ്തപ്പോഴാണ് മുലപ്പാല് കുപ്പി രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. മുലപ്പാൽ നൽകിയ സ്ത്രീയുടെ മൊബൈൽ നമ്പരും ഉള്ളത് കൊണ്ട് അത് അവർ ചെക്ക് ചെയ്തു, വിളിച്ച് ചോദിച്ചു, മുലപ്പാൽ കൊടുത്തു. 50 മില്ലി ലിറ്ററിന് 500 രൂപയാണ് അവിടെ വില. ഒരു സ്ത്രീക്ക്, പട്ടിണി കിടക്കുന്ന ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ കുട്ടി ഉള്ള ഒരു സ്ത്രീക്ക് 2 മുതൽ 5 വരെ ഔൺസ് ആണ് മുലപ്പാൽ ഒരു ദിവസം അവരുടെ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ശരീരം പുറത്തേക്ക് കൊടുക്കുന്നത്, അല്ലെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു 30 മില്ലി ലിറ്റർ ആണ്. നമുക്കറിയാം 1 ഔൺസ് എന്ന് പറയുന്നത് 30 മില്ലി ലിറ്റർ ആണ്. അപ്പം 2 ഔൺസ് കൊടുക്കുന്നതിന് ദൂഷ്യമില്ല. 5 ഔൺസ് വരെ കാണും സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക്. ഇത് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ രഹസ്യമായി ഇന്ത്യയിൽ വിറ്റുപോകുന്ന ഏരിയ ബോഡി ബിൽഡേഴ്സിനാണ്. അപ്പം ബോഡി ബിൽഡേഴ്സ് ഇന്ത്യയിലെ പലരും മുലപ്പാലാണ് കുടിക്കുന്നത്. കാരണം അത് വില കൊടുത്ത് 500, 1000 രൂപയൊക്കെ 50 മില്ലി ലിറ്ററിന് വില കൊടുത്തിട്ടാണ് അവർ വാങ്ങുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് അറിയാം മുലപ്പാലിൻ്റെ പ്രത്യേകത. കുഞ്ഞുകുട്ടികൾ വേറെ ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല. അവരുടെ ആവശ്യത്തിനുള്ള പോഷകാഹാരം അമ്മയുടെ മുലപ്പാലിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അത് ഹ്യൂമൻ മിൽക്ക്, അല്ലെ മനുഷ്യൻ്റെ ഈ മിൽക്ക് അല്ലെങ്കിൽ ഈ പാല്, ഒരു 5% വരെ ഫാറ്റ് അതിനകത്ത് ഉണ്ട്. പിന്നെ പ്രോട്ടീന് ഒരു 10% വരെ പ്രോട്ടീനും ഉണ്ട്. പിന്നെ ലാക്ടോസ്, അതിനകത്ത് ഒരു 7-8% ലാക്ടോസും ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് മിനറൽസ് അല്ല. ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം അമ്മയുടെ ഈ മിൽക്കിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന മുട്ട, അതുപോലെ ഡയറി മിൽക്ക്, ബീൻസ്, സീ ഫുഡ്, കടലിലെ മത്സ്യങ്ങൾ, ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക്, പിന്നെ ഫാറ്റ്, ഇറച്ചി നമ്മൾ കഴിക്കും. ഇതെല്ലാത്തിൻ്റെയും മിനറൽസ്, എല്ലാത്തിൻ്റെയും ആ കണ്ടൻസ് ഈ മുലപ്പാലിൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ വിലയും ഇത്ര വലിയ മാർക്കറ്റിങ്ങും. അത് തന്നെ അല്ല, പല കുട്ടികളും നമുക്കറിയാം, അമ്മമാർ ക്ഷീണിച്ച് അവരുടെ ശരീരത്തിലുള്ള മിനറൽസ് ഇതെല്ലാം കുട്ടികൾ ചിലപ്പോൾ 5-6 വയസ്സ് വരെയൊക്കെ മുല കുടിക്കുന്ന കുട്ടികളെ നമുക്കറിയാം. കാരണം അവർ അത് മാത്രമേ കഴിക്കുകയുള്ളൂ, അമ്മമാർ കൊടുക്കുകയും ചെയ്യും. അമ്മ ഈ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ മിനറൽസും അല്ലെങ്കിൽ ഈ പ്രോട്ടീൻസും എല്ലാം കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് അമ്മമാർ വളരെയധികം ക്ഷീണിച്ച് കാണാം. അതുകൊണ്ട് അതിന് പകരമായുള്ള പ്രോട്ടീനാണ് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് അമ്മമാർ കൊടുക്കുന്നത്. അത് സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അവരത് പരിപാലിച്ചു പോരുന്നതുകൊണ്ട് ചിലർ നേരത്തെ മുലകൂടി നിർത്തും. പക്ഷേ
ഇപ്പം ചെന്നൈയിൽ മാധവപുരത്ത് മാത്രമല്ല അതിൻ്റെ പരിസരത്തും എല്ലാം അവർ റെയ്ഡ് ചെയ്തു. ഇപ്പം എല്ലാവരും ആ മിൽക്ക് ആ മുലപ്പാൽ മാറ്റിക്കഴിഞ്ഞു. കാരണം കർണാടകയിൽ ഇത് പരക്കെ എല്ലാ ജില്ലകളിലും കർണാടകയിലെ മുലപ്പാൽ വിൽപ്പന ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കൊരു വരുമാനമാണ്. അവർക്ക് ആഹാരം, അവർ നല്ല ആഹാരമൊക്കെ കഴിച്ച് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നിട്ട് അതൊരു മാർക്കറ്റ് ചെയ്യാൻ സംഭവം കൂടിക്കൂടി വന്നതുകൊണ്ടാണ് ചെന്നൈയിൽ അത് നിരോധിച്ചത്. ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലെ പഞ്ചാബിലും ഒക്കെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മൃഗങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും മുലപ്പാലിന് വലിയ വില കൊടുത്ത് പലരും കഴിക്കുന്നുണ്ട്. ബോഡി ബിൽഡേഴ്സ്, ഒളിമ്പിക്സിന് പോകുന്നവരും മറ്റവരൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ മുലപ്പാല് വിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പം റെഡ് ഹാൻഡഡ് ആയിട്ട് തമിഴ്നാട് അവിടുത്തെ ഭക്ഷ്യവകുപ്പ് പിടിച്ചു കഴിഞ്ഞു. മാധവപുരത്ത് മാത്രമല്ല, പരിസരത്ത് എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും അത് മാറ്റിക്കഴിഞ്ഞു. ഏതായാലും മുലപ്പാലിനുള്ള ഡിമാൻഡ് ഇന്ത്യയിൽ കൂടിക്കൂടി വരുന്നുണ്ട്. രഹസ്യമായിട്ട് പലരും അത് വാങ്ങിച്ച് കഴിക്കുന്നുമുണ്ടെന്നുള്ളതാണ് പരമാർത്ഥം.